ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കേരള ഫുട്ബോൾ 1-2-3. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് SLK കുറിച്ച് പറയാനാണ്. സൂപ്പർ ലീഗ് കേരള ഇത് കേരള ഫുട്ബോളിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. അല്ല, എന്തുകൊണ്ടാണ് സൂപ്പർ ലീഗ് കേരള ഇത്രത്തോളം ഫേമസ് ആവാനുള്ള കാരണം? അത് കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പണ്ട് വിനായകന് ജയിലർ പറഞ്ഞ പോലെ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയല്ല, 100% പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതൊരു പ്രൊഫഷണൽ ആയിട്ടാണ് അവർ സ്റ്റാർട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യം മുതൽ തന്നെയുള്ള പരിപാടികളെല്ലാം വളരെ കൃത്യതയോടെയാണ് നടന്നിട്ടുള്ളത്. SLKന്റെ ലോഞ്ചിങ് ആയാലും ഇപ്പൊ അതിലുള്ള സബ് ടീമുകളുടെ ലോഞ്ചിങ് ടീമുകളുടെ ലോഞ്ചിങ്, ജേഴ്സി ലോഞ്ചിങ്, ലോഗോ ലോഞ്ചിങ് എല്ലാം വളരെ ഒരു പ്രൊഫഷണൽ ടച്ച് ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ഇനി സൂപ്പർ ലീഗ് കേരളയെ കുറിച്ച് തന്നെ സംസാരിക്കാം. യെസ്, സൂപ്പർ ലീഗ് കേരളയെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ മെയിൻ സ്പോൺസർ ആയിട്ട് വന്നിട്ടുള്ളത് തന്നെ നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ ഒരു മഹീന്ദ്ര ഗ്രൂപ്പാണ്. മഹീന്ദ്ര ഗ്രൂപ്പാണ് ഇതിന്റെ സ്പോൺസർ ആയിട്ട് വന്നിട്ടുള്ളത്. 80 കോടിയോളം ബഡ്ജറ്റാണ് ഇതിലേക്ക് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ടീമുകളിലേക്ക് വരുമ്പോൾ ഏകദേശം 8 to 10 കോടി വരെയാണ് ഓരോ ടീമും അവരുടെ ടീമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6 ടീമുകളാണ് SLKയിലെ ആദ്യ സീസണിൽ മത്സരിക്കുന്നത്. യെസ്, മലപ്പുറം FC, തൃശൂർ മാജിക് FC, കണ്ണൂർ വാരിയേഴ്സ്, ഫോഴ്സ കൊച്ചി, തിരുവനന്തപുരം കൊമ്പൻസ്, അതുപോലെ തന്നെ കാലിക്കറ്റ് FC എന്നിങ്ങനെ 6 ടീമുകളാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ 3 ഗ്രൗണ്ടുകളിലായിട്ടാണ് സൂപ്പർ ലീഗ് കേരള നടക്കുന്നത്. യെസ്, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയ സ്റ്റേഡിയം, പിന്നെ പയ്യനാട് സ്റ്റേഡിയം, പിന്നെ വരുന്നത് കാലിക്കറ്റ് കോർപ്പറേഷൻ സ്റ്റേഡിയമാണ് വരുന്നത്. ഇതിന് മറ്റൊരു ക്വാളിറ്റി പറയുന്നത് സ്റ്റാർ സ്പോർട്സ് ആണ് ഇതിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ അത് വീക്ഷിക്കാനുള്ള അവസരം ഒരുക്കുന്നത്. അതുപോലെ സൂപ്പർ ലീഗ് കേരളയിലെ ടീമുകളിലെ സൈനിങ്ങുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പിടി മികച്ച താരങ്ങൾ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ നല്ല താരങ്ങളെ നമുക്ക് സൈൻ ചെയ്തതായിട്ട് കാണാൻ കഴിയും. അനസ് എടുത്തുടിക, CK വിനീത്, ജിജോ ജോസഫ്, അതുപോലെ തന്നെ മിഥുൻ, പിന്നെ അർജുൻ ജയരാജ് എന്നിങ്ങനെ ഒരു മികച്ച താരങ്ങൾ തന്നെ ഇപ്പോൾ ഇതിനകം സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വിദേശ താരങ്ങൾ നോക്കുകയാണെങ്കിൽ ISL കളിച്ചിട്ടുള്ള ബെൽഫോർഡ്, മാത്രമല്ല റഫേൽ അഗസ്റ്റോ, മെയ്സൺ ആൽവസ് എന്നിവരെയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അതുപോലെ കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് ടോപ്പ് സ്കോററായ അലക്സ് സാഞ്ചസ്, അതുപോലെ ഐ ലീഗിൽ മികച്ച പ്രകടനം നടത്തിയ ജോസേബ ബേറ്റിയ, പെഡ്രോ മാൻസി, സെർജിയോ ബർബോസ തുടങ്ങിയ മികച്ച താരങ്ങളെ തന്നെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ മത്സരം നടക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ വെച്ചാണ്. അതും കല്ലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അതെ, ഫോഴ്സ കൊച്ചിയും മലപ്പുറം FCയുമാണ് മത്സരം നടക്കുന്നത്. സെപ്റ്റംബർ 7 വൈകിട്ട് 7:30 മത്സരം നടക്കുന്നത്. എല്ലാവരും കളി കാണാൻ വരിക, നമ്മളെ കൂടി ആവശ്യമാണ്. തീർച്ചയായും. അതുപോലെ തന്നെ ഇതൊരു SLKയുടെ നല്ലൊരു തുടക്കമാവട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം. ഏതായാലും നമ്മുടെ വീഡിയോ ഇതോടെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.